بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കഴിഞ്ഞ ദർസിൽ നാം വായിക്കാൻ ആരംഭിച്ച കിതാബാണ് അൽ-ഇക്സീർ എന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കിതാബിൽ നിന്ന് ആ കിതാബിൽ പരാമർശിച്ചിട്ടുള്ള അഅ്മാലുൽ ഖുലൂബുകൾ, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ, അവ ക്രോഡീകരിച്ചിട്ടുള്ള വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ് അൽ-ഇക്സീർ എന്നുള്ളത്. ഇക്സീർ എന്നുള്ള പേര് കൊടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരുന്നു. കെമിക്കൽ, അതിനെക്കുറിച്ച് കെമിസ്ട്രിയുടെ അറിവുള്ള ആളുകൾക്കിടയിൽ പറയപ്പെടുന്ന, ഇംഗ്ലീഷിൽ എലിക്സിർ എന്നെല്ലാം പറയുന്ന, ഏതൊരു ലോഹത്തെയും സ്വർണമാക്കി മാറ്റുന്ന ആ ഒരു പദാർത്ഥത്തിനാണ്, ഒരു വസ്തുവിനാണ്, അവരൊരു സാങ്കല്പിക വസ്തുവാണ്, അതിനാണ് അവർ എലിക്സിർ എന്ന് പറയാറുള്ളത്. ഇബ്നുൽ ഖയ്യിം തൗഹീദിനെ സംബന്ധിച്ച് അലിക്സീർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എത്ര വലിയ പാപം സംഭവിച്ചിട്ടുള്ള, ശിർക്ക് സംഭവിച്ചിട്ടുള്ള ആളാണെങ്കിലും അവൻ്റെ ആ പ്രവർത്തനങ്ങളെ നന്നാക്കാൻ ഉപകരിക്കുന്ന കാര്യമായിട്ട് തൗഹീദിനെ, മാറ്റുന്ന കാര്യമായിട്ട് തൗഹീദിനെ പറഞ്ഞുകൊണ്ടാണ് ഈ കിതാബിന് പേരിടാനുള്ള കാരണം. കഴിഞ്ഞ ദിവസം ഈ കിതാബ് എന്താണ്, ഇമാം ഹറവിയുടെ മനാസിൽ സായിരീൻ എന്ന കിതാബിൻ്റെ ഷർഹാണ് ഇബ്നുൽ ഖയ്യിമിന്റെ മദാരിജ് സാലിക്കീൻ. അതിനെ ചില പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് തഖരീബ് മദാരിജ് സാലിക്കീൻ എന്നുള്ള ഒരു ഗ്രന്ഥം ഉണ്ടാക്കി. അതിൽ നിന്ന് വീണ്ടും ചുരുക്കി ക്രോഡീകരിച്ചതാണ് ഈ ഒരു കിതാബ്. അതിൻ്റെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ചരിത്രം, അതുപോലെ തന്നെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയം, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരടിമ അവൻ്റെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വരുന്ന വ്യത്യസ്ത മക്കാമുകൾ, വ്യത്യസ്ത മനാസിലുകൾ, വ്യത്യസ്ത സ്ഥാനങ്ങൾ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവൻ അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ അവൻ എടുക്കേണ്ട നിലപാട് എന്താണ്, അതിൽ ഏത് തരത്തിലായിരിക്കണം അവൻ എന്നീ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നതാണ് കിതാബ്. തൗബയിൽ ആരംഭിച്ച്, തൗബയാണ് ഇതിൻ്റെ പ്രധാന വശം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് യഖ്വ, ബസീറ ഒക്കെ ഉണ്ടെങ്കിലും തൗബയിൽ നിന്ന് ആരംഭിച്ച് തൗഹീദിൽ അവസാനിക്കുന്ന മർത്തബകളാണ് ഈ കിതാബിൽ പരാമർശിച്ചിട്ടുള്ളത്. ഏകദേശം 40ഓളം മനാസിലുകളാണ് ഈ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ കിതാബിൽ 100ഓളം മഖാമുകളും മനാസിലുകളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആമുഖമായിട്ട്, മുഖദ്ദിമയായിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വിഷയം നാം കഴിഞ്ഞ ദർസിൽ വായിച്ചു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഉറ്റാലോചിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് ഉറ്റാലോചിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുമാണെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, അതിനെ വിശദീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ കിതാബ് ആരംഭിക്കുന്നത്. ഈ കിതാബിന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ, അഥവാ ഇബ്നുൽ ഖയ്യിം രചിച്ച മദാരിജ് സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള പേര് പറഞ്ഞതുപോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള കരാർ, അഥവാ നമ്മളും അള്ളാഹുമായിട്ടുള്ള കരാർ. ഇതിനിടയിലാണ് ഈ മഖാമുകളുടെ സ്ഥാനത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആദ്യം പറഞ്ഞ് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈന്റെ ഇടയിലായിക്കൊണ്ട് ഈ മഖാമുകളെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആമുഖം നമ്മൾ പറഞ്ഞു. അതിനുശേഷമുള്ള ഫസ്ലായിക്കൊണ്ട് അൽ-ഇക്സീർ എന്ന കിതാബിൽ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച ഫസ്ല് ബയാനു ഇഷ്തിമാലിൽ ഫാത്തിഹത്തി അലാ ഉമ്മഹാത്തിൽ മതാലിബ്. സൂറത്ത് ഫാത്തിഹയിൽ ഒരു മനുഷ്യൻ, ഒരു അടിമയ്ക്ക് ആവശ്യമായിട്ടുള്ള, അവൻ കണ്ടുപിടിക്കേണ്ട, അവൻ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊള്ളുന്നുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തലക്കെട്ടിലാണ് ഈ കിതാബ് ആരംഭിക്കുന്നത്. ആദ്യ ഭാഗം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള എഴുതുന്നത്.
ഇതിൽ ഇക്സിർ എന്നുള്ള കിതാബിന്റെ ഭാഗങ്ങൾ നമ്മൾ വായിക്കാം. അതിലാവശ്യമായ സന്ദർഭങ്ങളിൽ ചില വിശദീകരണത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ തൊട്ട് മുകളിലുള്ള തഖ്രീബു മദാരിജ് സാലിക്കീൻ എന്നുള്ള കിതാബിൽ തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. മദാരിജ് സാലിക്കീനിൽ അതിനേക്കാൾ ആഴത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു, ഈ കിതാബ് കേട്ടു എന്നതുകൊണ്ട് നാം ഒരിക്കലും മദാരിജ് സാലിക്കീന്റെ ദർസ് കേട്ടു എന്ന ദർജയിലൊന്നും എത്തൂല. കാരണം ഇതിന്റെ 3 ഇരട്ടി മദാരിജ് സാലിക്കീൻ എന്നുള്ള കിതാബിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഒരു ചുരുക്കം, വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഈ കിതാബിന്റെ മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇക്സീറിലുള്ളൂ. അതേ ഒരു നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ഇൽമും അതുപോലെ തന്നെ അതിൽ ഇത്ഖാനും എല്ലാം നേടുന്നവർക്കാണ് മദാരിജ് സാലിക്കീൻ പോലുള്ള കിതാബുകൾ വായിക്കാൻ സാധിക്കുക. കാരണം പണ്ഡിതന്മാർ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ കിതാബുകൾ വായിക്കേണ്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അഥവാ ഇന്ന കിതാബിന് ശേഷം ഇന്ന കിതാബ്, ഇന്ന കിതാബ്, ഇന്ന കിതാബ് അങ്ങനെ ഓർഡർ ചെയ്തതിൽ അവസാനത്തെ കിതാബാണ് മദാരിജ് സാലിക്കീൻ. ധാരാളം കിതാബ് എഴുതിയിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള. അതിലെ വായിക്കേണ്ടതിൽ അവസാനത്തെ കിതാബായിട്ട് പണ്ഡിതന്മാർ എണ്ണാറുള്ള കിതാബാണ് മദാരിജ് സാലിക്കീൻ. കാരണം അത്രയും ഇബ്നുൽ ഖയ്യിമിന്റെ എഴുത്തിന്റെ ശൈലിയും അതുപോലെ തന്നെ അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ ശൈലിയും അതുപോലെ തന്നെ ഇൽമിന്റെ അഖീദയിലും ഫിഖ്ഹിലും അതുപോലെ തന്നെയുള്ള ഖുർആനിലും ഹദീസിലും അതിന്റെ തഫ്സീറുകളിലും വിശദീകരണങ്ങളിലും എല്ലാം അറിവ് ലഭിക്കുന്നതിനനുസരിച്ചിട്ടാണ് അതുപോലുള്ള കിതാബ് വായിക്കാൻ സാധിക്കുക. ഇത് നമുക്ക് കുറച്ച് പണ്ഡിതന്മാർ എളുപ്പമാക്കി തന്നു എന്ന് മാത്രം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അതിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഇഅ്ലം, നീ മനസ്സിലാക്കണം, അന്ന ഹാദിഹി സൂറത ഇശ്തമലത് അലാ ഉമ്മഹാത്തിൽ മത്വാലിബിൽ ആലിയ അതമ്മ ഇശ്തിമാൽ. ഈ സൂറത്തുൽ ഫാത്തിഹയിൽ അതിൽ ഉൾക്കൊള്ളുന്നത് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള, അവൻ മനസ്സിലാക്കേണ്ട, അവൻ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പരിപൂർണമായ നിലക്ക് സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വതളമ്മനത്ഹാ അക്മല തളമ്മുൻ, അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ക്രോഡീകരിച്ച് യോജിച്ചു വന്നിട്ടുണ്ട്. ഫസ്തമലത് അല തഅരീഫ് ബിൽ മഅബൂദി തബാറക വതആല ബിസലാസതി അസ്മാ. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അഥവാ മഅബൂദായിട്ടുള്ള ആരാധിക്കപ്പെടേണ്ടവൻ, നാം ആരെയാണോ ആരാധിക്കേണ്ടത്, ആരാധിക്കപ്പെടേണ്ടവനെ കുറിച്ച് അവന്റെ 3 നാമങ്ങളിലൂടെ ആ സൂറത്തിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. മർജിഉൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉല്യ ഇലൈഹ. ആ 3 നാമങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങളുടെയും അസ്മാഉൽ ഹുസ്നയുടെയും സിഫാത്തുൽ ഉല്യ വിശേഷണങ്ങളുടെയും മസ്ദറായിട്ട് അല്ലെങ്കിൽ അതിന്റെ എല്ലാം ആശയത്തെ ഉൾക്കൊള്ളുന്ന കാര്യമായിട്ടുള്ളതാണ് ആ 3 നാമങ്ങൾ. നമുക്കറിയാം അല്ലാഹുവിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങളുണ്ട്, ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളുണ്ട്. അതറിയുന്നതിലൂടെയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കാനും അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും പരിപൂർണമായ രൂപത്തിലും നിർവഹിക്കാൻ സാധിക്കുക. അപ്പോൾ അതറിയുന്നതിന്റെ ഭാഗമാണ് അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളൊക്കെ അറിയൽ, അതിന്റെ ഭാഗമാണ്. അതിൽ ഈ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും എല്ലാം ആശയങ്ങൾ മടങ്ങുന്ന പ്രധാനപ്പെട്ട 3 നാമങ്ങൾ ഈ സൂറത്തുൽ ഫാത്തിഹയിൽ പരാമർശിക്കുന്നുണ്ട്. വമദാറുഹ അലൈഹ, അസ്മാഉൽ ഹുസ്ന മൊത്തം ഉൾക്കൊണ്ടിട്ടുള്ളത് അത് ഈ 3 നാമങ്ങളുടെ ആശയത്തിന് ചുറ്റുമാണ്. വഹിയ, ഏതൊക്കെയാണ് 3 നാമങ്ങൾ? അവ അല്ലാഹു വറബ്ബു വറഹ്മാൻ. അല്ലാഹു എന്നുള്ള നാമവും അർ-റബ്ബ് എന്നുള്ള നാമവും അർ-റഹ്മാൻ എന്നുള്ള നാമവുമാണ്. അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഇലാഹ് എന്നുള്ള അർത്ഥത്തെ സൂചിപ്പിക്കുന്ന നാമമാണ്. ഇസ്മുൽ ജലാല എന്നറിയുന്ന ആരാധിക്കപ്പെടാൻ, മഅബൂദായിക്കൊണ്ട് ആരാധിക്കപ്പെടാൻ ഏകനായിട്ടുള്ളവൻ എന്ന ആശയത്തെ അറിയിക്കുന്നതാണ് അല്ലാഹ് എന്നുള്ള നാമം. അത് എല്ലാ നാമങ്ങളും, അള്ളാഹുവിന്റെ ബാക്കിയുള്ള എല്ലാ നാമങ്ങളും അടങ്ങുന്നത് ഈ ഒരൊറ്റ നാമത്തിലേക്കാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിന് അതിമഹത്തായിട്ടുള്ള ഒരു നാമമുണ്ട്. ആ നാമം കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യും. ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നാമമുണ്ട്. അതിൽ ധാരാളം പണ്ഡിതന്മാർ ആ നാമം അള്ളാഹ് എന്നുള്ളതാണ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ദിക്റുകളിലും അള്ളാഹ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്,
അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ബിസ്മില്ലാ, ഹസ്ബി അല്ലാഹ്. അങ്ങനെ ആ ദിക്റുകളിലെല്ലാം അല്ലാഹ് എന്നുള്ള നാമം വന്നതുകൊണ്ട് തന്നെ ഇതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമമാണ് അല്ലാഹ് എന്നുള്ളത്. മറ്റൊന്ന് റബ്ബ്, റബ്ബ് എന്നുള്ളതാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ റുബൂബിയത്തുള്ളവൻ, ഒരു കാര്യത്തെ സൃഷ്ടിക്കാനും അതിനെ നിയന്ത്രിക്കാനും അതിന്റെ മേലെ പൂർണ്ണമായ അധികാരമുള്ളവനും ആരാണോ അവനാണ് റബ്ബ് എന്നുള്ളത്. അതാണ് അർ റബ്ബ് എന്നുള്ള നാമത്തെ അറിയിക്കുന്നത്. മൂന്നാമത്തേത് അർ റഹ്മാൻ, അങ്ങേയറ്റം വിശാലമായ കാരുണ്യമുള്ളവൻ എന്നാണ് അർ റഹ്മാൻ എന്നുള്ള നാമത്തിന്റെ അർത്ഥം. രണ്ട് രീതിയിൽ അതിന്റെ അർത്ഥം പറയാറുണ്ട്. ഒന്ന്, അങ്ങേയറ്റം വിശാലമായ കാരുണ്യം, അതിനപ്പുറത്തേക്ക് കാരുണ്യം ഒരാൾക്കുമില്ല, അതിനപ്പുറത്തേക്കൊരു റഹ്മത്ത് ഒരാൾക്കും ഉൾക്കൊണ്ടിട്ടില്ല. അതുപോലെ തന്നെ ദുനിയാവിൽ എല്ലാവരോടും അള്ളാഹുവിനെ അനുസരിക്കുന്നവനാവട്ടെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാവട്ടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവനാവട്ടെ, അല്ലെങ്കിൽ ഹറാമുകൾ പാപങ്ങൾ ചെയ്യുന്നവനാവട്ടെ, ഇങ്ങനെയുള്ള എല്ലാവരോടും റഹ്മത്ത് കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥവും റഹ്മാൻ എന്നുള്ളതിന് പറയാറുണ്ട്. അപ്പൊ ഈ മൂന്ന് നാമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വബുനിയത്തി സൂറത്തു അലൽ ഇലാഹിയ്യ വറുബൂബിയ്യ വറഹ്മ. ഈ സൂറത്തുൽ ഫാത്തിഹ അത് നിലനിൽക്കുന്നത് ഈ മൂന്ന് കാര്യത്തിന്റെ മേലെയാണ്. ഒന്ന് ഇലാഹിയ്യ അഥവാ ഉലൂഹിയത്ത്, രണ്ട് റുബൂബിയത്ത്, മൂന്ന് വറഹ്മത്ത്. ഇലാഹിയത്ത് നമുക്കറിയാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. റുബൂബിയത്ത് നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവും നിയന്താവും എന്നുള്ളത്. വറഹ്മ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിശാലമായ കാരുണ്യമുണ്ട് എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഇയ്യാക നഅ്ബുദു മബ്നിയുൻ അലൽ ഇലാഹിയ്യ. ഈ സൂറത്തിലെ ആയത്തുകളിലെ ഓരോ വശവും നോക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു എന്നുള്ള ആ വാക്ക് അത് ഉലൂഹിയത്തിനെ അറിയിക്കുന്നതാണ്, ഇലാഹിയത്തിനെ അറിയിക്കുന്നതാണ്. എന്താണ് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഇലാഹിയത്ത്, ആരാധിക്കപ്പെടാനുള്ള യോഗ്യത, അർഹത, അവകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണെന്ന് അറിയിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നസ്തഈൻ എന്നുള്ള ഭാഗം അറിയിക്കുന്നത് അല റുബൂബിയ്യ, റുബൂബിയത്തിനെയാണ്. അഥവാ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ അധികാരവും നിയന്ത്രണവും ആരുടെ കയ്യിലാണോ അവനിൽ നിന്നേ അത് ലഭിക്കുകയുള്ളൂ, അവന്റെ സഹായം കൊണ്ടേ ലഭിക്കുകയുള്ളൂ എന്നുള്ള റുബൂബിയത്തിനെ അറിയിക്കുന്നതാണ്. വതലബുൽ ഹിദായത്തി ഇലാ സിറാത്തിഹിൽ മുസ്തഖീം ബിസിഫത്തിർ റഹ്മ. അതുപോലെ അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹയിൽ ഹിദായത്തിനെ ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ളത് അത് റഹ്മത്ത് എന്നുള്ള വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത് ചോദിക്കുന്നത് എന്ന്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകണമെങ്കിൽ, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് റഹ്മത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നിട്ട് പറയുകയാണ് വൽ ഹംദു യതദമ്മനുൽ ഉമൂറ സലാസത. ഹംദ് എന്നുള്ളത് അൽഹംദുലില്ലാ എന്നാണല്ലോ ആരംഭിക്കുന്നത്. ഹംദ് എന്നുള്ളത് ഈ മൂന്ന് കാര്യത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഉലൂഹിയത്തിനെയും ഉൾക്കൊള്ളുന്നു, റുബൂബിയത്തിനെയും ഉൾക്കൊള്ളുന്നു, റഹ്മത്തിനെയും ഉൾക്കൊള്ളുന്നു. ഫഹുവൽ മഹ്മൂദു ഫിൽ ഇലാഹിയതിഹി വറുബൂബിയതിഹി വറഹ്മതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്മൂദാണ്, സ്തുതിക്കപ്പെടുന്നവനാണ്. ഹംദ് എന്ന് പറഞ്ഞതിന്റെ ഒന്നുകൂടി വിശാലമായ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇഷ്ടത്തോടുകൂടി, അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി ഒരാളെ പുകഴ്ത്തുന്നതിനും വാഴ്ത്തുന്നതിനുമാണ് ഹംദ് ചെയ്യുക എന്ന് പറയുക. അപ്പൊ അള്ളാഹു മഹ്മൂദാണ് ഏത് വിഷയത്തിൽ? ഇലാഹിയത്തിന്റെ, ഇലാഹ് എന്ന വിഷയത്തിൽ. അതുപോലെ തന്നെ റബ്ബ് എന്നുള്ള വിഷയത്തിൽ അള്ളാഹു മഹ്മൂദാണ്, അഥവാ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രശംസിക്കപ്പെടുന്നവനാണ്. അതുപോലെ തന്നെ റഹ്മത്തിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ. എന്നിട്ട് പറയുന്നു വസ്സനാഉ വൽ മജ്ദു കമാലാനി ലിഹംദിഹി. അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലുമെല്ലാം ആ ഹംദിനെ പരിപൂർണമാക്കുന്നു. അതായത് സൂറത്തുൽ ഫാത്തിഹയുടെ ആശയത്തെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ യഥാർത്ഥ കിതാബിൽ ഇത് വലിയൊരു ചർച്ചയാണ്, 3-4 പേജ് ഇത് ചർച്ചയുണ്ട്. ഇതൊരു പാരഗ്രാഫിലേക്ക് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ അവിടെ ഈ മൂന്ന് നാമങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹു, റബ്ബ്, അതുപോലെ റഹ്മാൻ എന്നുള്ള നാമങ്ങളെ പരാമർശിക്കുന്നു. അത് അസ്മാഉൽ ഹുസ്നയുടെ ആശയത്തെ അറിയിക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു ഉലൂഹിയത്തിനെയും ഇയ്യാക നസ്തഈൻ റുബൂബിയത്തിനെയും അറിയിക്കുന്നു. റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ മുൻനിർത്തിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹിദായത്തിനെ ചോദിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു
ഹംദ് എന്നുള്ളത് ഈ മൂന്നെണ്ണത്തിനെയും അറിയിക്കുന്ന കാര്യമാണ്. ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും റഹ്മത്തിനെയും അറിയിക്കുന്നതാണ്. ആ ഹംദിന്റെ പരിപൂർണത ഉണ്ടാകുന്നത് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോഴും വാഴ്ത്തുമ്പോഴുമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാക്കുകൾ അവിടെ ഉണ്ട്. റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, അതൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഹംദ് എന്നുള്ളത് അതിന്റെ പരിപൂർണതയെ അറിയിക്കുന്നു. എന്നിട്ട് പറയാണ് വതളമ്മനത് ഇസ്ബാത്തുൽ മആദ്, സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുള്ള മറ്റൊരു കാര്യം മആദിനെ സ്ഥിരപ്പെടുത്തുന്നു. മആദ് എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെല്ലേണ്ട സ്ഥലം എന്നർത്ഥത്തിൽ, അഥവാ പരലോകത്തെ സ്ഥിരപ്പെടുത്തുന്നു. വജസാഅൽ ഇബാദി ബിഅഅമാലിഹിം, അതുപോലെ ഓരോ അടിമക്കും അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകപ്പെടുന്നതിനെയും സ്ഥിരപ്പെടുത്തുന്നു. ഹസനിഹ വസയ്യിഹ, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, ഈ പാപങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഈ പ്രതിഫലത്തെ അറിയിക്കുന്നു. വതഫറുദർ റബ്ബി തആല ബിൽ ഹുക്മി ഇദ്ദാക ബൈനൽ ഖലായിഖ്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ സൃഷ്ടികൾക്കിടയിൽ വിധി കൽപ്പിക്കും, വിധി നടപ്പിലാക്കും എന്നുള്ളതിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ അവിടെ അംഗീകരിക്കുന്ന പ്രഖ്യാപിക്കുന്ന വാക്കുമുണ്ട്. വകൗന ഹുക്മിഹി ബിൽ അദ്ൽ, അള്ളാഹുവിന്റെ വിധിയാണെങ്കിലോ നീതിപൂർവമായിരിക്കും. അള്ളാഹുവിന്റെ വിധി നീതിപൂർവമായിരിക്കും. ഒരാളുടെ മേലെയും അവൻ ചെയ്തതിനല്ലാതെ അവന് പ്രതിഫലം നൽകപ്പെടുന്ന, അല്ലെങ്കിൽ അവനെ അന്യായമായി ശിക്ഷിക്കപ്പെടുന്ന ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല. വകുല്ലു ഹാദാ തഹ്ത ഖൗലിഹി മാലിക് യൗമിദ്ദീൻ, ഈ കാര്യങ്ങളെല്ലാം മാലിക് യൗമിദ്ദീൻ എന്നുള്ള ആയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നതാണ്. അഥവാ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ ആയത്തിലും ദീനിന്റെ എല്ലാ ആശയങ്ങളെയും, ഇപ്പൊ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ മൊത്തം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഉലൂഹിയത്തിന്റെയും അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്ന റുബൂബിയത്തിന്റെയും കാര്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ പരലോകവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മുടെ മരണശേഷം ആരംഭിക്കുന്ന പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളും, അതെല്ലാം അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ വേർതിരിഞ്ഞു പോകുന്നത്, ആ മുഴുവൻ കാര്യങ്ങളും മാലിക് യൗമിദ്ദീൻ എന്നുള്ള ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് വഖൗലുഹു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതുപോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള വാക്ക് അൽ ഹിദായ ഹിയൽ ബയാൻ വദ്ദലാല ثم التوفيق والإلهام. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്താണ് അതിന്റെ ഉദ്ദേശം? നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി കാണിക്കണമേ. അസ്സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പദം അവിടെ ഭാഷാപരമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് വളരെയധികം ആഴത്തിലാണ്. അലിഫ്ലാം ഉപയോഗിച്ചുകൊണ്ട് മഅരിഫ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടും ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് ഭാഷാപരമായിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഹിദായത്തിനെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഹിദായ എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഇനങ്ങളെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിദായത്ത് 4 രീതിയിലുണ്ട്, 4 ഇനത്തിലാണ് ഹിദായത്തുള്ളത്. 1 ഹിദായത്തുൻ ആമ്മ, പൊതുവായിട്ടുള്ള ഹിദായത്ത്. 2 ഹിദായത്തു ദലാൽ വൽ ബയാൻ. 3 ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം. 4 ഹിദായത്തുൽ ജന്നതി ഔ ഇലന്നാർ. അങ്ങനെ 4 തരം ഹിദായത്തുണ്ട്. ഘട്ടഘട്ടമായി ആ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് 2 ഹിദായത്തുകളെ സംബന്ധിച്ചാണ്. അൽ ഹിദായത്തു ഹിയ അൽ ബയാൻ വദ്ദലാല ثم التوفيق والإلهام. ഹിദായത്ത് ഒന്നാമത്തെ ഇനം അൽ ബയാനു വദ്ദലാലതു, അറിയിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നതാണ് ഹക്ക്, ഇന്നതാണ് ശരി, ഇന്നത് പിഴച്ച മാർഗമാണ് എന്നൊരു കൂട്ടരെ, ഒരു വ്യക്തിയെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു ഹിദായത്താണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദായത്ത് നീ ഇന്നക തഹ്ദി എന്നുള്ള രീതിയിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. നീ ഹിദായത്ത് കാണിക്കുന്നവനാണ്, നൽകുന്നവനാണ്. അതെന്താണ്? നേരായ മാർഗം ഇന്നതാണ് എന്ന് അറിയിച്ചു കൊടുക്കുന്നവനാണ്. അതാണ് ഹിദായത്തുൽ ദലാല അല്ലെങ്കിൽ ഹിദായത്തുൽ ബയാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹിദായത്ത് അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് ലഭിക്കുന്നതിനാണ്. അതിനെയാണ് ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം എന്ന് പറയുന്നത്. ആ ഹക്ക് ഉൾക്കൊള്ളാൻ, ആ ഹക്ക് അംഗീകരിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള ഒരു ഉൾപ്രേരണ അത് നൽകണമേ. ഈ 2 തേട്ടങ്ങളാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് നൽകണമേ എന്ന് പറഞ്ഞാൽ പ്രധാനമായ ഉദ്ദേശം 2 എണ്ണമാണ്. 1 ഹിദായത്തു ദലാൽ വൽ ബയാൻ, ഹക്കും ബാത്തിലും വേർതിരിച്ച് അറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ഹിദായത്ത്. രണ്ടാമത്തേത് ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം, ആ കാര്യം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള
തൗഫീഖും ഒരു ഉൾപ്രേരണയും ഈ രണ്ട് കാര്യങ്ങളെയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൽ ചോദിക്കുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വമിൻഹാ ഹുനാ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം, യുഅലമു ഇൽതിറാറുൽ അബ്ദി ഇലാ ഹാദിഹി ദഅവ ഫൗഖ കുല്ലി ദറൂറത്തിൻ. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരടിമ ഈ ഒരു ദുആയിലേക്ക്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള തേട്ടത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് മറ്റെന്തിനേക്കാളും അവൻ ആവശ്യക്കാരനാണ്. മറ്റെന്തൊരു കാര്യത്തിനേക്കാളും അവൻ ആവശ്യക്കാരനാണ്. വബുത്ലാനു സുആലി മയ്യഖൂൽ, ചില ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്, അത് ബാത്തിലായ നിരർത്ഥകമായ ഒരു വാക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദാ കുന്നാ മുഹ്തദീൻ, നമ്മൾ ഹിദായത്ത് ലഭിച്ചവരാണ് എങ്കിൽ, നമുക്ക് ഹക്ക് മനസ്സിലായി, നമ്മൾ തൗഹീദിന്റെ ആളുകളായി, നമ്മൾ സത്യത്തിന്റെ ആളുകളായി, അങ്ങനെ ആയിട്ടും ഫകൈഫ നസ്അലുൽ ഹിദായ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹിദായത്തിന് ചോദിക്കുക? ചില ആളുകൾ ഈ ഒരു വാദം പറയും, നമുക്കെല്ലാം നേർമാർഗം കിട്ടിയിട്ട് മുസ്ലിമീങ്ങൾ എന്തിനാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്? തൗഹീദുള്ളവർ എന്തിനാണ് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? അതിന്റെ നിരർത്ഥകതയും നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഇന്നൽ മജ്ഹൂല ലനാ മിനൽ ഹഖ് അദ്ആഫുൽ മഅലൂം, നമുക്ക് അറിയപ്പെടാത്ത കാര്യങ്ങൾ, സത്യമായിട്ടുള്ള ഹക്കിന്റെ ഭാഗത്ത് നമുക്കറിയപ്പെടാത്ത കാര്യങ്ങൾ നമുക്കറിയുന്ന കാര്യങ്ങളെക്കാൾ ഇരട്ടിയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടാകും, അൽഹംദുലില്ലാഹ് ഖൈറാണ്. പക്ഷെ അതിനേക്കാൾ ഇരട്ടി നമുക്കറിയാത്ത കാര്യങ്ങൾ ദീനിലുണ്ട്, ഹക്കായിക്കൊണ്ട് ഹിദായത്തിന്റെ ഭാഗത്ത് ഉണ്ട്. അതുപോലെ തന്നെ വമാലാ നുരീദു ഫിഅലഹു തഹാവുനൻ വകസ്ലൻ, മടി കാരണത്താൽ, അലസത കാരണത്താൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്തത് കാരണത്താൽ പലതും നമ്മൾ ചെയ്യാതെ വിട്ടേച്ചു പോയിട്ടുണ്ടാകും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പല കർമ്മങ്ങളും. മിസ്ലമാ നുരീദുഹു, അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ, നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ധാരാളം കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഒഴിവാക്കുന്ന കർമ്മങ്ങളും മറ്റുമെല്ലാം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. ഔ അക്സർ, മിസ്ലമാ നുരീദുഹു, നമ്മൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഔ അക്സർ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ചെയ്യാതെ പോകുന്നത്. ഔ ദൂനഹു, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും. വമാലാ നഖ്ദിറു അലൈഹി മിമ്മാ നുരീദുഹു കദാലിക്, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചാൽ പോലും, നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് കഴിയാതെ പോകുന്ന കർമ്മങ്ങളും ധാരാളം ഉണ്ടാകും. ഇപ്പൊ പല കാര്യങ്ങളും, പല അമലുകളും നമുക്ക് അറിയുന്നുണ്ടാവും, അത് നല്ലതാണ് നമുക്കറിയാം, അത് ഖൈറാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒന്നെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രി നിസ്കാരം നല്ലതാണെന്ന് നമുക്കറിയാം, ചിലപ്പോൾ അതിനോടുള്ള അലസത കാരണത്താൽ നമ്മളത് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അത് നല്ലതാണെന്ന് അറിയാം, പക്ഷെ പരിശ്രമിച്ച് സാധിക്കാതെ വരാം. അങ്ങനെയൊക്കെ നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവിടെ ധാരാളമുണ്ട്. വമാ നഅരിഫു ജുംലതഹു വലാ നഹ്തദി ലിതഫാസീലിഹി, ചില കാര്യങ്ങൾ മൊത്തമായിട്ട് നമുക്ക് അറിയുന്നുണ്ടാകും, പക്ഷേ അതിന്റെ ആഴത്തിൽ, അതിന്റെ ശാഖകളെ പറ്റി നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഉദാഹരണത്തിന് സ്വബർ, ക്ഷമ നമുക്കറിയാം, ക്ഷമിക്കണം എന്നുള്ളത് അറിയാം. എന്നാൽ ക്ഷമയുടെ ഇനങ്ങളെ പറ്റി നമുക്ക് അറിയുന്നുണ്ടാവില്ല, ക്ഷമയുടെ 3 അടിസ്ഥാന ഇനങ്ങളെ പറ്റി അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ സ്വബർ, ഇൽത്തിറാരി, ഇഖ്തിയാരി, അതിനെപ്പറ്റി, അതിന്റെ ശാഖകൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. ഇഖ്തിയാരി തന്നെ നഫ്സി, ബദനി, അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. ഇൽത്തിറാരിയും അതുപോലെ 2 തരത്തിലുണ്ടാവും. അപ്പൊ ഒരു കാര്യം മൊത്തത്തിൽ നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അതിന്റെ ആഴത്തിൽ, അതിന്റെ ശാഖകൾ തഫ്സീലിയായിട്ട് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഫംറുൻ യഫൂത്തുൽ ഹസർ, അങ്ങനെ തഫ്സീലിയായിട്ടുള്ള ഓരോന്നും ആഴത്തിലുള്ളത് എണ്ണിത്തിട്ടപ്പെടാൻ കഴിയാത്ത അത്ര നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ധാരാളം ഉണ്ടാകും. വനഹ്നു മുഹ്താജൂന ഇലൽ ഹിദായത്തി തമ്മ, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, നമ്മൾ ആവശ്യക്കാരാണ്, പരിപൂർണമായ ഹിദായത്തിലേക്ക് ആവശ്യക്കാരാണ്. ഒരിക്കലും ഹിദായത്ത് അവസാനിക്കുന്നില്ല എന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ തന്നെ അൽ ഫവായിദ് എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇൽമും അമലും ഈമാനും തഖ്വയും ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ബാബിൽ അതിൽ ഒരു ഭാഗത്ത് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കരുത്. ഒരാളുടെ ഈമാനും തഖ്വയും എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് അവന്റെ ഹിദായത്ത് കൂടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഈ ആയത്ത് കൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബലന, ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അവന് കൂടുതൽ കൂടുതൽ നമ്മുടെ വഴിയിലേക്ക് അവസരങ്ങൾ, അല്ലെങ്കിൽ ഹിദായത്ത് കൂടുതലായി നൽകിക്കൊണ്ടേയിരിക്കും എന്ന ആയത്ത് കൊണ്ട് ആ ചർച്ച അവസാനിക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും, തൗഹീദുള്ള ആളുകൾ, സലഫിയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അവർക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമാണ് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. ഇനി എന്താണ്?
അവർ ചുറ്റും നോക്കുമ്പോൾ അവിടെ ബിദ്അത്തിന്റെ ആളുകൾ, ശിർക്കിന്റെ ആളുകൾ, ഖുറാഫാത്തിന്റെ ആളുകൾ, പിഴച്ച മൻഹജിന്റെ ആളുകൾ, ശീഈ വിശ്വാസം പേറുന്ന ആളുകൾ, ഖവാരിജുകൾ, അല്ലെങ്കിൽ മുഅ്തസിലിയാക്കൾ, ജഹ്മിയാക്കൾ, അങ്ങനെ പിഴച്ച ഒരുപാട് ഭാഗങ്ങളെ കാണുന്നു. ഞാൻ ഏറ്റവും ശരിയായ പാതയിലായി, ഇനി എനിക്ക് എന്താണ് എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ, അവൻ ആ ചോദ്യം അവനോട് ചോദിക്കുന്നില്ല എങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? അവൻ ഉജുബാണ് ബാധിക്കുക. ഞാനെല്ലാം തികഞ്ഞവനായി എന്നുള്ള ധാരണയിൽ അവൻ മുന്നോട്ട് പോകും. പക്ഷേ ഇബ്നുൽ ഖയ്യിം പറയാണ്, വനഹ്നു മുഹ്താജൂന ഇലൽ ഹിദായത്തി തമ്മ, നമ്മൾ പരിപൂർണമായ ഹിദായത്തിലേക്ക് ആവശ്യക്കാരാണ്. അതാ എപ്പോഴും അതിനാവശ്യക്കാരാണ്. ഫമൻ കമലത് ലഹു ഹാദിഹിൽ ഉമൂർ, ഇനി ഒരാൾ ഈ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ഹിദായത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തി, എന്നാലും കാന സുആലുൽ ഹിദായത്തി ലഹു സുആലത് തസ്ബീതി വദ്ദവാം, അവൻ ഹിദായത്തിനോട് അള്ളാഹുവിനെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താനും അതിൽ സ്ഥിരതയോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഏതൊരു മനുഷ്യനും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥനയിലേക്ക്, എന്നുള്ള ദുആയിലേക്ക് ആവശ്യക്കാരാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അംറാദുൽ ഖുലൂബി വ ശിഫാഉഹ എന്നുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഇൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ റിസാലയുടെ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള ഒരേ ഒരു ദുആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള ദുആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. അത്രയും നമ്മൾ അതിലേക്ക് ആവശ്യക്കാരാണ്. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇത് വളരെ വളരെ പ്രശസ്തമായ ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഇബാറത്താണ്. പല കിതാബുകളിലും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഇബാറത്താണ് അടുത്ത് വായിക്കുന്നത്. വലിൽ ഹിദായത്തി മർത്തബത്തുൻ ഉഖ്റ, ഹിദായത്തിന് മറ്റൊരു മർത്തബയുണ്ട്. നേരായ മാർഗത്തിലേക്ക് ഹിദായത്ത് ലഭിക്കുന്നതിന് മറ്റൊരു മർത്തബയുണ്ട്. വഹിയ ആഖിറു മറാത്തിബിഹ, അതതിന്റെ ഏറ്റവും അവസാനത്തെ മർത്തബയാണ്. നേരായ മാർഗം ഹിദായത്ത് കിട്ടുക എന്നുള്ളതിന്റെ അവസാനത്തെ മർത്തബയാണ് അത്. വഹിയൽ ഹിദായത്തു യൗമൽ ഖിയാമത്തി ഇലാ ത്വരീഖിൽ ജന്ന, നാളെ അന്ത്യനാളിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കുള്ള ഹിദായത്ത് ലഭിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞു ഹിദായത്ത് 4 ഇനമാണെന്ന് പറഞ്ഞു. ഒന്നാമത്തേത് ഹിദായത്തുൻ ആമ്മ, പൊതുവായിട്ടുള്ള ഹിദായത്ത്. അങ്ങനെ പറഞ്ഞാൽ ഏതൊരു ജീവിക്കും അതിന്റെ ജീവിത വ്യവസ്ഥക്കനുസരിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്, ആ ജീവിക്ക് നൽകിയിട്ടുണ്ട്. ഒരു മത്സ്യം അത് വെള്ളത്തിലാണ് ജീവിക്കേണ്ടത് എന്നാരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ? അല്ല, അതിനതറിയാം. അല്ലെങ്കിൽ പിന്നെ ഉപ്പുവെള്ളത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നറിയുന്ന, പലപ്പോഴും നമ്മൾ പറയാറുള്ള, ശാസ്ത്രീയമായി പറയാറുള്ള സാൽമൺ ഫിഷിന്റെ എല്ലാം ജീവിതശൈലി, അത് മുട്ടയിടുന്ന സന്ദർഭത്തിൽ വേറൊരു സ്ഥലത്തേക്കും അത് കഴിഞ്ഞാൽ ആ മീനുകൾ അതിന് ജീവിതയോഗ്യമായ സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞോ കോഴിക്കുഞ്ഞോ എടുത്തു കഴിഞ്ഞാൽ അതിന് ഭക്ഷണയോഗ്യമായിട്ടുള്ള സാധനം എന്താണെന്ന് അതിനറിയാം. ഒരു കോഴിക്കുട്ടിയുടെ അടുക്കൽ വേറെന്തെങ്കിലും കുറച്ച് ചരൽക്കല്ലും അല്ലെങ്കിൽ അതിന് കഴിക്കാൻ പറ്റുന്നതും കൂടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കഴിക്കാൻ പറ്റുന്നത് കൊത്തിയെടുക്കാൻ അതിനറിയാം, അത് ആവശ്യമില്ലാത്തതിലേക്ക് പോകില്ല. അല്ലെങ്കിൽ ഒരു ജീവി, അത് ഒരു കന്നുകാലി, അത് ഭക്ഷിക്കുന്ന സമയത്ത് ഇന്ന ചെടിയുടെ ഇല അതിന് അപകടമാണ് എന്നുള്ള നിലക്ക് അത് ഒഴിവാക്കി ഭക്ഷിക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെ പൊതുവായിട്ട് ഓരോന്നിനും ജീവിത വ്യവസ്ഥയ്ക്ക് ഒരു വഴി കാണിച്ചു കൊടുത്തതിനാണ് ഹിദായത്തുൻ ആമ്മ എന്ന് പറയുന്നത്. ഹിദായത്തു ദലാലത്ത് വൽ ബയാൻ നമ്മൾ പറഞ്ഞു, ഹഖ് അറിയിച്ചു കൊടുക്കുന്ന റസൂലുകളുടെ ജോലി. മൂന്നാമത്തേത് ഹിദായത്തു തൗഫീഖ് വൽ ഇൽഹാം എന്ന് പറഞ്ഞു, അത് അംഗീകരിക്കാനുള്ള തൗഫീഖ് എന്നുള്ളത്. നാലാമത്തേതാണ് ഇവിടെ പറയുന്നത് ഹിദായത്തിന്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥ. വഹിയൽ ഹിദായത്തു യൗമൽ ഖിയാമത്തി ഇലാ ത്വരീഖിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കുള്ള ഹിദായത്ത്. വഹുവ സിറാത്തുൽ മൂസിലു ഇലൈഹ, അത് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന സിറാത്താണത്. നമ്മെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന സിറാത്താണത്, അതിലേക്കാണ് ഹിദായത്ത്. ഫമൻ ഹുദിയ ഫീ ഹാദിഹി ദാരി ഇലാ സിറാത്തില്ലാഹിൽ മുസ്തഖീം, ആരാണോ ഈ ലോകത്ത് വെച്ച് അഥവാ ദുനിയാവിൽ വെച്ച് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴികാണിക്കപ്പെട്ടത്, അല്ലദീ അർസല ബിഹി റസൂലഹു, ഏതാണ് ആ സിറാത്ത്? ഏതൊന്നുകൊണ്ടാണോ അള്ളാഹു അവന്റെ റസൂലുകളെ അയച്ചത്. വഅൻസല ബിഹി കിതാബഹു, ഏതൊന്നുകൊണ്ടാണോ അള്ളാഹു അവന്റെ കിതാബുകൾ ഇറക്കിയത്. ഹുദിയ ഹുനാക ഇല സിറാത്തിൽ മുസ്തഖീമിൽ മൂസിൽ ഇലാ ജന്നതിഹി വദാരി തവാബിഹി, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഈ ലോകത്ത് ആർക്കാണോ വഴി ലഭിച്ചത്, നേരായ മാർഗം മനസ്സിലാക്കാനും അത് പിൻപറ്റാനും അതിൽ മുന്നേറാനും ആർക്കാണോ തൗഫീഖ് ലഭിച്ചത്, ആ കൂട്ടർക്ക് മാത്രമാണ് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് അള്ളാഹു വെക്കുന്ന, ആ പ്രതിഫലത്തിലേക്ക് അള്ളാഹു വെക്കുന്ന സിറാത്തിലേക്ക് വഴി കാണിക്കപ്പെടുകയുള്ളൂ. വഅലാ ഖദ്രി സുബൂതി ഖദമിഹി അലാ ഹാദ സിറാത്ത്,
അല്ലദീ നസബഹുല്ലാഹു ലിഇബാദിഹി ഫീ ഹാദിഹി ദാർ. ഈ ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടുള്ള സിറാത്തുൽ മുസ്തഖീം, അതിൽ എത്രത്തോളമാണോ ഒരു അടിമയ്ക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത്, എത്രത്തോളമാണോ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, അതായത് നമ്മുടെ ഈ ദീനിന്റെ നേരായ പാതയിലേക്ക്, ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം തന്നെ ഈ ഒരു ഇബാറത്തിനെ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറാത്തുൽ മുസ്തഖീം, നേരായ പാത, അതിൽ ചില കൊളുത്തുകളുണ്ട്. നമുക്ക് ദീന നേരായ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മളെ പിടിച്ചു വലിക്കാനുള്ള ചില കൊളുത്തുകളുണ്ട്. എന്താണ് ആ കൊളുത്തുകൾ? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ശഹ്വത്തുകളും ശുബ്ഹത്തുകളുമാണ്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ, ഈമാനിനെ തെറ്റിച്ചു കളയുന്ന പിഴച്ച വിശ്വാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകളിൽ പാപങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. ഈ രണ്ടെണ്ണം ഈ നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കാനുള്ള കൊളുത്തുകളാണ്. അപ്പൊ അതിലകപ്പെടാതെ ഉറച്ചു നിന്നുകൊണ്ട് ഈ സിറാത്തുൽ മുസ്തഖീമിൽ ആരാണോ മുന്നോട്ട് പോകുന്നത്, യകൂനു സുബൂതു ഖദമിഹി അല സിറാത്തിൽ മൻസൂബി അലാ മത്നി ജഹന്നം, അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ നരകത്തിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള സിറാത്തിലൂടെ ഒരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക്, ഒരു മനുഷ്യന് കടക്കാൻ സാധിക്കുക. അതായത് ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൽ ആരാണോ തബാത്തുള്ളത്, സ്ഥിരതയോടുകൂടി ശഹവത്തിലും ശുഭത്തിലും അകപ്പെടാതെ ഉറച്ചു നിൽക്കുന്നത്, അതുപോലെയാണ് പരലോകത്തെ സിറാത്തിൽ, നരകത്തിന് മുകളിൽ വെക്കുന്ന സിറാത്തുണ്ട്, ആ സിറാത്തിന് മുകളിൽ അവന് ഉറച്ചു നിൽക്കാൻ സാധിക്കുക. അതിൽ കൊളുത്തുകളുണ്ട്, ആ കൊളുത്തിൽ അകപ്പെടാതിരിക്കാൻ സാധിക്കുക. ഇവിടെ ഈ കൊളുത്തുകളിൽ അകപ്പെട്ടുകൊണ്ട് മുറിവേറ്റ അവസ്ഥയിലാണ് എങ്കിൽ നരകത്തിന് മുകളിലുള്ള ആ സിറാത്തിലും അവിടെയുള്ള കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറപ്പെടുന്ന അവസ്ഥ അവനുണ്ടാകും. എന്നിട്ട് പറയാണ്, വഅലാ ഖദ്രി സൈരിഹി അലാ ഹാദിഹി സിറാത്ത് യകൂനു സൈറുഹു അലാ ദാക സിറാത്ത്. ആരാണോ ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീമിൽ എങ്ങനെയാണോ അവന്റെ സഞ്ചാരം, എങ്ങനെയാണോ അവൻ അള്ളാഹുവിലേക്ക് മുന്നേറുന്നത്, ആ ഹക്കിലൂടെ സഞ്ചരിക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും നരകത്തിന് മുകളിലൂടെ ഉള്ള പാലത്തിലൂടെ ഒരടിമ കടന്നു പോവുക. ഫമിൻഹും മൻ യമുറു കൽ ബർഖ്. നാളെ ആ പാലത്തിന്റെ മുകളിലൂടെ, നരകത്തിന് മുകളിലുള്ള സിറാത്തിലൂടെ ഇടിമിന്നലിന്റെ വേഗത്തിൽ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാകും. എന്തിന്റെ അടിസ്ഥാനത്തിലാണത്? ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൽ ശുബ്ഹത്തിലും ശഹവത്തിലും അകപ്പെടാതെ ഉറച്ചു നിന്നതിന്റെ അടിസ്ഥാനത്തിൽ. വമിൻഹും മൻ യമുറു കത്വർഫ്. കണ്ണിമ വെട്ടുന്നത് പോലെ ഉറിച്ചു കിടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ആ സിറാത്ത്. വമിൻഹും മൻ യമുറു കരീഹ്. കാറ്റ് വീശുന്നത് പോലെ ആ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ടാകും. വമിൻഹും മൻ യമുറു കശദ്ദിർ റികാബ്. ഒരു വാഹനപ്പുറത്ത് പോകുന്നത് പോലെ, കുതിരയുടെ മേലെയെല്ലാം പോകുന്നത് പോലെ വേഗത്തിൽ പോകുന്നവരുണ്ടാകും. വമിൻഹും മൻ യസ്അ സഅയൻ. അതല്ലാത്ത രീതിയിൽ പോകുന്ന ആളുകൾ ഉണ്ടാകും. വമിൻഹും മൻ യമുറു മശ്യൻ. നടന്നു പോകുന്ന, മെല്ലെ പോകുന്ന ആളുകൾ ഉണ്ടാകും. വമിൻഹും മൻ യഹ്ബു ഹബ്വൻ. ഇഴഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടാകും, ഇഴഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ ഉണ്ടാകും. വമിൻഹും അൽ മഖ്ദൂഷുൽ മുസല്ലം. അതിലുണ്ടാകും ചില ആളുകൾ, അവൻ കടന്നു പോകും, പക്ഷേ ആ സിറാത്തിന്റെ ചുറ്റുമുള്ള കൊളുത്തുകൾ കൊണ്ട് മുറിവേൽക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും അവൻ കടന്നു പോവുക. വമിൻഹും അൽ മുഖർദസു ഫിന്നാർ. അതിലുണ്ട് മുഖർദസായി. മുഖർദസ് എന്ന് പറഞ്ഞാൽ കയ്യും കാലുകളെല്ലാം കൂട്ടിക്കെട്ടിയ ഒരു സ്ഥലത്ത് ഇടുന്നതിനാണ് പറയാം, അങ്ങനെ ഇടുന്ന ആളെ പറയാം. ആ രീതിയിൽ നരകത്തിലേക്ക് വീഴപ്പെടുന്ന, എറിയപ്പെടുന്ന ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടാകും. അപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ, ഈ ഹക്കിന്റെ പാതയിൽ എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഇത് തികച്ചും വ്യക്തിപരമാണ്. ഞാൻ പറഞ്ഞല്ലോ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭാര്യയെ ഒപ്പമുണ്ടെന്നോ, നിങ്ങളുടെ മക്കളൊപ്പമുണ്ടെന്നോ, നിങ്ങളുടെ കൂട്ടുകാരൊപ്പമുണ്ടെന്നോ ഒന്നും ചിന്തിക്കാതെ ഒറ്റയ്ക്ക് ആ സിറാത്ത് കടന്നു പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഈ സിറാത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. ഇത് വ്യക്തിപരമാണ്, ഇത് വ്യക്തിപരമാണ്. ഒരാളും പങ്കുചേരാൻ നിങ്ങൾക്ക് പരലോകത്തുണ്ടാവില്ല. ഈ ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിലും നിങ്ങൾക്ക് എത്രയാണോ മുന്നോട്ട് കടക്കാൻ സാധിച്ചിട്ടുള്ളത്, എത്രയാണോ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത്, അത്രത്തോളം പരലോകത്ത് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൽ എത്ര നിൽക്കുന്നുവോ, എത്ര ഉറച്ചു നിൽക്കുന്നുവോ, അതുപോലെ പരലോകത്തെ സിറാത്തിൽ, സ്വർഗത്തിലേക്കുള്ള പാതയിലും അവൻ ഉറച്ചു നിൽക്കാനും അത് മറികടക്കാനും സാധിക്കും. ഇനി നമ്മളോട് ചോദിച്ചു നോക്കി എത്രത്തോളമാണ് നമുക്ക് നമ്മുടെ ദുനിയാവിന്റെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ സ്ഥിരതയുള്ളത്? അതല്ല ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? ഇഴഞ്ഞുകൊണ്ടാണോ നമ്മൾ ദീനിനെ കൊണ്ട് മുന്നോട്ട് പോകുന്നത്? അതല്ല അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും മുന്നേറാൻ ഒരു മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ എന്തിലൊക്കെ മത്സരിക്കുന്നുണ്ട്? പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ മത്സരിക്കാറുണ്ട്,
ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവർ അവരെ കച്ചവടത്തിൽ മത്സരിക്കാറുണ്ട്. അവരുടെ ഒപ്പം മത്സരിക്കാനുള്ള അവർക്കുള്ള കോമ്പറ്റീറ്റേഴ്സിനോട് മത്സരിച്ചുകൊണ്ട് അവർ മുന്നോട്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അതിനവരുടെ ബുദ്ധിയും അവരുടെ കഴിവും ഉപയോഗിക്കാറുണ്ട്. അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഈ സിറാത്തിൽ എത്രത്തോളമാണ് നമ്മൾ മുന്നിലെത്തിയിട്ടുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പരലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫൽയൻദുരിൽ അബ്ദു സൈറഹു അലാ ദാലിക സിറാത്ത് മിൻ സൈരിഹി അലാ ഹാദാ ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. ഒരടിമ നോക്കട്ടെ, അവൻ നോക്കി ഉറ്റാലോചിക്കട്ടെ അവന്റെ യാത്ര എങ്ങനെയാണ് ഈ ദുനിയാവിലെ പാലത്തിലൂടെ. എങ്ങനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. ഖുദ്ദതി ബിൽ ഖുദ്ദ എന്ന് ഹദീസിലൊക്കെ വന്നിട്ടുള്ള പദമാണ്. അഥവാ അമ്പ് എയ്യുമ്പോൾ ആ അമ്പിന്റെ പിന്നിലായിക്കൊണ്ട് തൂവലുകൾ ഒരേ ഓർഡറിലായിട്ട് വെക്കും. അത് കൃത്യമായി പോകാൻ വേണ്ടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് വെക്കും. അതാണ് ഖുദ്ദ ബിൽ ഖുദ്ദ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പരസ്പരം അത്ര ഒരുമിച്ചുകൊണ്ട് അവൻ താരതമ്യം ചെയ്യട്ടെ. ദുനിയാവിൽ അവന്റെ സിറാത്തിലുള്ള മുന്നോട്ട് പോക്കും അതവൻ മനസ്സിൽ നാളെ നരകത്തിന്റെ മുകളിലുള്ള സിറാത്തിന്റെ മുകളിലൂടെ പോകുന്നത് പോലെ അവൻ താരതമ്യം ചെയ്ത് നോക്കട്ടെ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. എന്നിട്ട് പറയാണ്, ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലമേ അള്ളാഹു നൽകുകയുള്ളൂ. എന്നിട്ട് സൂറത്തുൻ നംലിലെ 90-ാമത്തെ ആയത്ത് കൊടുക്കുകയാണ്, ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾ പ്രതിഫലം നൽകപ്പെടുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വലമ്മാ കാന ത്വാലിബുസ് സിറാത്തിൽ മുസ്തഖീം ത്വാലിബ അംരിൻ അക്സറുൻ നാസി നാകിബൂന അൻഹു. സിറാത്തുൽ മുസ്തഖീം തേടുന്ന ഒരാൾ, നേരായ പാത തേടുന്ന ഒരാൾ, അവൻ എന്താണ് തേടുന്നത്? ധാരാളം ആളുകൾ അശ്രദ്ധമായിട്ടുള്ള, ഒഴിവാക്കിയിട്ടുള്ള, ധാരാളം ആളുകൾ പിഴച്ചു പോയിട്ടുള്ള ഒരു കാര്യത്തെയാണ് അവൻ തേടുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ. മുരീദൻ ലിസുലൂഖി ത്വരീഖിൻ മുറാഫിഖുഹു ഫീഹാ ഫീ ഗായത്തിൽ ഇസ്സ. ഏതൊരു മാർഗമാണ് അവൻ തേടുന്നത്? ഏതൊരു മാർഗത്തിലേക്കാണ് മുന്നേറുന്നത്? അവിടെയുള്ള കൂട്ടുകാർ, അവിടെ അവനൊപ്പമുള്ളവർ ഏറ്റവും അങ്ങേയറ്റത്തെ ഔന്നത്യമുള്ള, പ്രതാപമുള്ള ആളുകളാണ്. വന്നുഫൂസു മജ്ബൂലത്തുൻ അലാ വഹ്ശത്തി തഫറുദ്. ഓരോ മനസ്സിനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവൻ ഒറ്റക്കാവുക എന്നുള്ളത്. ഏത് നിലക്ക്? വഅലൽ ഉൻസി ബിർറഫീഖ്. അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടുമായി മാത്രമായി ആവുക എന്നുള്ളത് ഓരോ മനസ്സും ആഗ്രഹിക്കുന്നതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ജീവിതം ഉണ്ടാവും, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകളുമായിട്ട് മാത്രം ഒറ്റക്കാവുക, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിന്ന് പ്രിയപ്പെട്ട ആളുകളോടൊപ്പം ആവുക എന്നുള്ളത് ഓരോ ആളും ആഗ്രഹിക്കുന്നതാണ്. എന്ന് പറയാണ്, നബ്ബഹല്ലാഹു സുബ്ഹാനഹു അല റഫീഖി ഫി ഹാദിഹി ത്വരീഖ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട് ഈ ഒരു പാതയിൽ ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ എന്നുള്ളത്. അതായത് ഓരോ മനുഷ്യനെ ആഗ്രഹിക്കുന്നുണ്ട് അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊപ്പം ആവാൻ വേണ്ടിയിട്ട്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിറാത്തുൽ മുസ്തഖീമിൽ കടന്നു പോകുന്ന ആളുകളെ അതിനെപ്പറ്റി അവരെപ്പറ്റി അവരോട് അറിയിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾക്ക് അവിടെ കൂട്ടുകാരായിട്ടുണ്ടാവുക എന്നുള്ളത്. വന്നഹും ഹുമുല്ലദീന, അവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ആരാണ് കൂട്ടർ? ആരാണ് സിറാത്തുൽ മുസ്തഖീമിലുള്ള ആളുകൾ? അവർ നബിമാരാണ്. നബിമാരാണ് അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും ഉത്തമരായ ആളുകൾ. വസിദ്ദീഖീൻ, സിദ്ഖ് തെളിയിച്ചിട്ടുള്ള, അത് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ. വശുഹദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടുള്ള ആളുകൾ. വസ്സാലിഹീൻ, രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാക്കിയിട്ടുള്ള ആളുകൾ. വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണ് അവർക്കുള്ളത്. ഇതിനെ സിറാത്തുൽ മുസ്തഖീം കഴിഞ്ഞിട്ട് അല്ലാഹു തആല ഈ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പാതയിൽ മുന്നേറാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഅവാഫ الصراط الى الرفيق السالكين له. അല്ലാഹു സുബ്ഹാനഹു വ തആല സിറാത്തിനെ പറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി പറഞ്ഞിട്ട് അതിലേക്ക് ചേർത്തിയത് അതിലുള്ള കൂട്ടുകാരെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അഥവാ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം കഴിഞ്ഞ അടുത്ത ആയത്ത് എന്താ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അത് അവിടെയുള്ള കൂട്ടുകാരെ പറ്റിയിട്ടാണ്. വഹുമല്ലദീന അൻഅമല്ലാഹു അലൈഹിം, ആ കൂട്ടർ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ളവരാണ്, നിഅമത്ത് ചൊരിഞ്ഞിട്ടുള്ളവരാണ്. എന്തിനാണ് ഇത് അറിയിച്ചത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കാം, പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല.
പക്ഷെ എന്തിനാണ് അവിടെയുള്ള കൂട്ടുകാരെ പറ്റി അള്ളാഹു അറിയിച്ചത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ലിയസൂല عن الطالب للهداية وسلوك الصراط وحشة تفرده عن أهل زمانه وبني جنسه. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിദായത്തിനെയും അള്ളാഹുവിലേക്കുള്ള ഈ പാതയെയും നേരായ മാർഗത്തെയും തേടുന്ന ഒരുവന് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. അവന്റെ ചുറ്റും ജീവിക്കുന്ന ആളുകളിൽ നിന്ന്, അവന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന്, അവന്റെ കൂട്ടത്തിൽപ്പെട്ട മറ്റുള്ള ആളുകളിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. അത് നീക്കാൻ വേണ്ടിയിട്ടാണത്. അതായത് ഈ സിറാത്തുൽ മുസ്തഖീം ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് അവൻ ഗരീബാവും, അവൻ ഖുറബാക്കളിൽപ്പെട്ടവനാവും, അവൻ അപരിചിതനാവും. അവൻ എന്തനുഭവിക്കേണ്ടി വരും? ഞാൻ മനസ്സിലാക്കുന്ന ഈ ദീൻ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്ന അള്ളാഹുവിനെ ഇവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ നേരായ മാർഗത്തെ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അവനിൽ നിന്ന് ഒരു വഹ്ശത്ത് അവൻ അനുഭവിക്കേണ്ടി വരും. ആ വഹ്ശത്ത് അവനിൽ നിന്ന് നീങ്ങാനാണ് അവന്റെ കൂട്ടുകാരായിട്ട് ഇന്നാലിന്ന ആളുകളാണ് ഉള്ളത് എന്ന് അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, വലിയഅലമ അന്ന റഫീഖഹു ഫി ഹാദ സിറാത്ത് ഹുമുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അതുപോലെ അവൻ മനസ്സിലാക്കണം, അവന് കൂട്ടുകാരായി അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹു ഏറ്റവും വലിയ നിഅമത്ത് ചൊരിഞ്ഞ ആളുകളാണ്. അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ലാഹിറൻ, രണ്ട് ബാത്തിനൻ. വാഹിറായത് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഈമാനും തഖ്വയും അള്ളാഹുവിനോടുള്ള ഹുബ്ബും തവക്കുലുമുള്ള കാര്യങ്ങൾ. ആ നിഅമത്തുകൾ നൽകപ്പെട്ട ആളുകളാണ് ഇക്കൂട്ടർ. ആ കൂട്ടരാണ് അവന്റെ കൂട്ടുകാരായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് മാത്രം പറയാതെ ആരാണ് അക്കൂട്ടർ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ്, ഫലാ യക്തരിസ് ബിമുഖാലഫത്തിൻ നാകിബീന അൻഹു ലഹു. ഈ ഒരു പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള, പിഴച്ചു പോയിട്ടുള്ള, എതിരായി നിൽക്കുന്ന ആളുകൾ, അവരിലേക്ക് അവന്റെ ചിന്ത പോകാതിരിക്കാൻ വേണ്ടി അവരെ അവൻ പരിഗണിക്കേണ്ട ആവശ്യമില്ല, അവനൊരു പരിഗണന നൽകേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് അവനെതിരായിട്ട്, അവൻ ഈ ഹക്കിന്റെ മാർഗത്തിൽ നിൽക്കുമ്പോൾ അവനെതിരായി നിൽക്കുന്ന ആളുകളെ നോക്കി അവരങ്ങനെയാണല്ലോ, അവരെ കുറിച്ച് ആലോചിക്കണമല്ലോ, ആ നിലക്കൊന്നും അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഫൈന്നഹും ഹുമുൽ അഖല്ലൂന ഖദ്റൻ. ഈ നേരായ മാർഗത്തിനോട് എതിരായിട്ടുള്ള ആളുകൾ അവരവരുടെ പ്രാപ്തി കൊണ്ട് വളരെ കുറവാണ്, ഖദ്ർ കൊണ്ട് വളരെ കുറവാണ്. എന്നിട്ട് പറയാണ്, വൈൻ കാനു അൽഅക്സരീന അദദൻ. എണ്ണം കൊണ്ട് അവരെത്ര കൂടുതലുണ്ടെങ്കിലും, ഹക്കിന്റെ മാർഗത്തിൽ നിന്ന് പഴച്ചിട്ടുള്ള ആളുകൾ എണ്ണം കൊണ്ട് എത്ര കൂടുതലുണ്ടെങ്കിലും അവരുടെ പ്രാപ്തി കൊണ്ട്, ഖദ്ർ കൊണ്ട് വളരെ കുറവാണ്. കമാ ഖാല ബഅദു സലഫ്. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ, അലൈക ബിത്വരീഖിൽ ഹഖ്. ഹക്കിന്റെ മാർഗത്തിൽ നീ നിൽക്കുക, നേരായ മാർഗത്തിൽ നീ നിൽക്കുക. വലാ തസ്തവഹിഷ് ലിഖില്ലത്തി സാലികീൻ. ആ പാതയിൽ മുന്നേറുന്ന ആളുകൾ, സഞ്ചരിക്കുന്ന ആളുകൾ കുറവാണ് എന്നുള്ളത് നിനക്കൊരു ഒറ്റപ്പെടലോ ഏകാന്തതയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വഇയ്യാക വത്വരീഖൽ ബാത്തിൽ. നീ സൂക്ഷിക്കണം, ബാത്തിലിന്റെ മാർഗത്തെ നീ സൂക്ഷിക്കണം. വലാ തഗ്തറ ബികസ്റത്തിൽ ഹാലികീൻ. അതിൽ നശിച്ചു പോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് നിന്നെ വഞ്ചിതനാക്കുന്ന, അതിൽ വഞ്ചിതനാകുന്ന അവസ്ഥ നിനക്കുണ്ടാകരുത് എന്ന് പറയാൻ. ആളുകളുടെ എണ്ണമല്ല ഒരിക്കലും ഹക്കിനുള്ള തെളിവ്, ഹക്കിനുള്ള അടയാളം. അതാണ് ഇവിടെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. എന്നിട്ട് പറയാണ്, വകുല്ലമാ ഇസ്തൗഹഷ്ത ഫീ തഫറുദിക ഫൻദുർ ഇല റഫീഖ് സാബിഖ്. എപ്പോഴെല്ലാം ഹക്കിന്റെ മാർഗത്തിൽ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നീ നിന്നതിന്റെ പേരിൽ നീ ഒറ്റപ്പെടുമ്പോഴെല്ലാം നീ ചിന്തിക്കേണ്ടത് ഈ മുൻപ് പറഞ്ഞ നിന്റെ കൂട്ടുകാരെ പറ്റിയിട്ടാണ്. ആരുടെ പാതയിലാണ് നീ എന്നുള്ളതാണ് നീ ചിന്തിക്കേണ്ടത്. വഹ്രിസ് അലൽ ലഹാഖ് ബിഹിം. അവരിലേക്ക് എത്തിച്ചേരാൻ അതിയായ ഒരു ആർത്തി, താല്പര്യം നിനക്കുണ്ടാവണം. വഗുദ്ദ ത്വർഫ അമ്മൻ സിവാഹും. അതല്ലാത്ത ആളുകളിൽ നിന്ന് ദൃഷ്ടി നീ അടച്ചു വെക്കുക. അതല്ലാത്ത പിഴച്ച, നിന്നെ തെറ്റിക്കാനുള്ള മറ്റുള്ള മാർഗങ്ങളിൽ നിന്നെല്ലാം നീ നിന്റെ ദൃഷ്ടിയെ അടക്കുക. ഫൈന്നഹും ലൻ യുഗ്നൂ അൻക മിനല്ലാഹി ശൈആ. അള്ളാഹുവിൽ നിന്ന് ഒരു ഉപകാരവും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവരെ കൊണ്ട് നിനക്കൊരു നേട്ടം കിട്ടാൻ പോകുന്നില്ല. ആ പിഴച്ച ആളുകൾ ഒന്നുകൊണ്ട് നിനക്ക് ഉപകരിക്കാൻ പോകുന്നില്ല. വഇദാ സാഹൂ ബിക ഫീ ത്വരീഖ് സൈരിക്. നിന്റെ ഹക്കിലേക്കുള്ള ഈ പാതയിൽ നീ മുന്നേറുമ്പോൾ അവരെത്ര മുറവിളി കൂട്ടിയാലും ഫലാ തൽതഫിത് ഇലൈഹിം. അവരിലേക്ക് നീ തിരിയരുത്. ഫഇന്നക മതൽ തഫത്ത ഇലൈഹിം അഖദൂക ഔ ആഖൂക. നീ അവരിലേക്ക് തിരിഞ്ഞാൽ അവർ നിന്നെ പിടികൂടും.
അവർ നിന്റെ ഈ യാത്രയെ തടയുകയും ചെയ്യും. ഈ ഒരു ഭാഗത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള മദാരിജ് സാലിക്കീനിൽ 2 ഉദാഹരണം പറയുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ, അവൻ ഒരു മുഅ്മിനാണ്, അവൻ മസ്ജിദിലേക്ക് ജമാഅത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇൻസുകളിൽപ്പെട്ട മനുഷ്യനിൽപ്പെട്ട ഒരു പിശാച് അവനെ തടയുകയാണ്, അവനെ വിളിക്കുകയാണ് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി, ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി. അവൻ ആ പോകുന്ന സമയത്ത് ഇയാളുടെ വിളിക്ക് ഉത്തരം ചെയ്ത് അവിടെ സംസാരിക്കാൻ നിന്ന് ആ ഇൻസുകളിൽപ്പെട്ട ശൈത്താൻ അഥവാ മനുഷ്യരിൽപ്പെട്ട അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുത്തൻ അവന്റെ സംസാരം കൊണ്ടും കഴിവ് കൊണ്ടും അവനെ വൈകിപ്പിച്ചു. അങ്ങനെ മസ്ജിദിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ ജമാഅത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ അത് അങ്ങനെയുണ്ടായി. അത് അവൻ ശ്രദ്ധിച്ചോണ്ടാണ്. മറ്റൊരാൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു കാര്യം വിളി വന്നു, പക്ഷെ അവൻ ആലോചിച്ചു, എന്റെ ഒന്നാമത്തെ സഫിന്റെ മഹത്വം, എന്റെ ജമാഅത്തിന്റെ മഹത്വം, നിസ്കാരത്തിന്റെ മഹത്വം. അവൻ എന്ത് ചെയ്തു? അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അവൻ ജമാഅത്തിലേക്ക് പങ്കെടുക്കാൻ മുന്നിട്ടു. ഇതിലേക്ക് ശ്രദ്ധ കൊടുത്താൽ എന്താകും? അവർ നമ്മെ തടയും. ഇതെല്ലാ മേഖലയിലും ഇതുപോലെ. മറ്റൊരു ഉദാഹരണം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് ഒരു മാനും നായയുടെയും ഉദാഹരണമാണ്. മാൻ എന്നുള്ളത് നായേക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ജീവിയാണ്. പക്ഷേ ആ നായയുടെ കുര കേട്ടിട്ടോ മറ്റോ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് ഈ മാനിനെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇതുപോലെയാണ് ഹക്കിന്റെ സിറാത്തുൽ മുസ്തഖീമിന്റെ പാതയിൽ നാം മുന്നേറാൻ ശ്രമിക്കും തോറും മറ്റുള്ളവരിലേക്ക്, ബാത്തിലിന്റെ ആളുകളിലേക്ക് നാം ശ്രദ്ധ തിരിച്ചാൽ അത് നമ്മെ ഈ മാർഗത്തിൽ നിന്ന് തടയുന്ന അവസ്ഥയിലാണ് എത്തിക്കുക. ഇത്രയുമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മദാരിജ് സാലിക്കീനിൽ ഈ ബയാൻ ഇസ്തിമാൽ ഫാത്തിഹ അല ഉമ്മഹാത്തിൽ മതാലിബ് എന്നുള്ള ഈ വിഷയത്തെ പറ്റി പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രധാനമായും ഈ ഒരു ഫസ്ലിൽ പറഞ്ഞിട്ടുള്ളത് സിറാത്തുൽ മുസ്തഖീമിന്റെ പ്രാധാന്യമാണ്, ആ ദുആഇന്റെ പ്രാധാന്യമാണ്. സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊണ്ടിട്ടുള്ള ഈ കാര്യങ്ങളുടെയും ഈ സിറാത്തിന്റെയും പ്രാധാന്യം ഇത് നമ്മൾ സ്വന്തത്തെ പരിശോധിക്കേണ്ട കാര്യമാണ്. അടുത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹയുടെ ഈ കിതാബിൽ അല്ലെങ്കിൽ മദാരിജ് സാലിക്കീനിലെ ഫസ്ലാക്കി തിരിച്ചതിൽ ഇക്സീറിൽ കൊടുത്തിട്ടുള്ളത് ഇസ്തിമാലുൽ ഫാത്തിഹത്തി അലാ ശിഫാഇനി ശിഫാഇൽ ഖുലൂബി വശിഫാഇൽ അബ്ദാൻ. സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുള്ള രണ്ട് ഷിഫാകൾ, ഒന്ന് ഷിഫാഉൽ ഖുലൂബ് ഖൽബിന്റെ ഷിഫാ, രണ്ട് ഷിഫാഉൽ അബ്ദാൻ ശരീരത്തിന്റെ ഷിഫാ, ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളുടെ ഷിഫാ, ഒന്ന് ഖൽബിൽ ബാധിക്കുന്ന രോഗങ്ങളുടെ ഷിഫാ. ഇത് രണ്ടും സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എന്നിട്ട് പറയാണ് ഫഅമ്മ ഇസ്തിമാലുഹാ അലാ ശിഫാഇൽ ഖുലൂബ്, ഖൽബിന്റെ രോഗങ്ങൾക്കുള്ള ഷിഫ ആയിക്കൊണ്ട് ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഫഇന്നഹ ഇസ്തമലത് അലൈഹി അതമ്മ ഇസ്തിമാൽ, ഏറ്റവും പരിപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫഇന്ന മദാറൽ ഇഅ്തിലാലിൽ ഖുലൂബി വഅസ്ഖാമിഹാ അലാ അസ്ലൈൻ, പറഞ്ഞു ഫഇന്ന മദാറൽ ഇഅ്തിലാലിൽ ഖുലൂബി വഅസ്ഖാമിഹാ അലാ അസ്ലൈൻ, ഖൽബിന്റെ ദുർബലതകളും അതുപോലെ രോഗങ്ങൾക്കുമെല്ലാം അതെല്ലാം ചുറ്റി നിൽക്കുന്നത് പ്രധാനമായും 2 അടിസ്ഥാനങ്ങളുടെ മേലെയാണ്. ഒന്ന് ഫസാദുൽ ഇൽം, അറിവ് ഫസാദാവുക എന്നുള്ളത്, ഇൽമ് ശരിയാകാതിരിക്കുക എന്നുള്ളത്. 2 ഫസാദുൽ ഖസ്ദ്, അവന്റെ ഉദ്ദേശം ശരിയാകാതിരിക്കുക. ഖസ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറാദത്ത് അഥവാ അമല് ചെയ്യാനുള്ള ഉദ്ദേശം, അമല് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്. ഒന്ന് ഫസാദുൽ ഇൽമ് ഫസാദാകുക, 2 ഫസാദുൽ ഖസ്ദ് ഇറാദത്ത്, അവന്റെ ഉദ്ദേശം ഫസാദാവുക. അറിവ് ശരിയായിരിക്കും, പക്ഷേ അവന് കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശം പഴച്ചതായിരിക്കും. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഖൽബിന്റെ രോഗങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളത്. അഥവാ ഖൽബിന്റെ രോഗങ്ങളുടെ അടിസ്ഥാനം ഒന്നുകിൽ ഇൽമ് ശരിയാകാതിരിക്കുക, ഇൽമ് ശരിയായില്ലെങ്കിൽ അമൽ എന്തായാലും പൊളിഞ്ഞു പോകും. 2 ഇൽമ് ശരിയായിരിക്കും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള അമൽ ചെയ്യാനുള്ള ഇറാദത്ത്, ഖസ്ദ്, ഉദ്ദേശം അവന്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. ഈ 2 കാര്യങ്ങളാണ് ഖൽബിന്റെ രോഗങ്ങളുടെ അസ്ല് എന്ന് പറഞ്ഞാൽ. വയതറത്തബു അലൈഹിമാ ദാആനി ഖാതിലാൻ, ഈ 2 എണ്ണത്തിന്റെ മേലെ 2 മഹത്തായ വിപത്തുകളാണ് അവനെ ബാധിക്കുന്നത്. ഈ 2 എണ്ണത്തിന്റെ മേലെ 2 മഹത്തായ വിപത്തുകളാണ് അവനെ ബാധിക്കുന്നത്. ഓഹുമാ, അത് 2 എണ്ണം അദ്ദലാൽ വൽ ഗളബ്, ഒന്ന് ബലാലാണ്, വഴികേടാണ്. 2 ഗളബാണ്, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകലാണ്. വഫദ്ദലാലു നതീജത്തു ഫസാദിൽ ഇൽം, ഒരാൾ വഴികേടിലാകുന്നത് അവന്റെ ഇൽമ് ഫസാദായതിന്റെ അനന്തരഫലമായിട്ടാണ് അവന് വഴികേട് സംഭവിക്കുന്നത്. വൽ ഗളബു നതീജത്തു ഫസാദിൽ ഖസ്ദ്, അവൻ അള്ളാഹുവിന്റെ കോപത്തിന് അർഹനാകുന്നത് അവന്റെ ഇറാദത്ത്, അവന്റെ ഉദ്ദേശം പഴച്ചു പോയതുകൊണ്ടാണ്, അഥവാ ഇൽമിനനുസരിച്ച് കർമ്മം ചെയ്യാത്തത് കൊണ്ടാണ്. വഹാദാനിൽ മർദാൻ ഹുമാ മിലാഖു അംറാദിൽ ഖുലൂബി ജമീഇഹാ,
അംറാദിൽ ഖുലൂബി ജമീഇഹ. ഈ രണ്ട് കാര്യങ്ങൾ അതാണ് ഖൽബിനെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടെണ്ണമാണ്. ഒന്ന് ഫസാദുൽ ഇൽം, രണ്ട് ഫസാദുൽ ഖസ്ദ്, അഥവാ ഇൽമ് അറിവ് ശരിയാകാതിരിക്കുക, രണ്ട് അറിവുണ്ടായിട്ട് അത് ചെയ്യേണ്ട ഉദ്ദേശം, കർമ്മം ചെയ്യാനുള്ള ഉദ്ദേശം ശരിയാകാതിരിക്കുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫഹിദായത്തു സിറാത്തിൽ മുസ്തഖീം തതളമ്മനു ശിഫാഅ മിൻ മറദിദ് ദലാൽ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് വഴികേട് എന്നുള്ള രോഗത്തിൽ നിന്ന് ശിഫ നൽകുന്ന കാര്യമാണ്. അഥവാ ദലാലത്തിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവന് ഹിദായത്ത് ലഭിക്കുക എന്നുള്ളത് ദലാലത്തിനുള്ള ശിഫ ആണ്. വലിദാലിക, അതുകൊണ്ട് തന്നെ കാന സുആലു ഹാദിഹിൽ ഹിദായ അഫ്റദ ദുആഇൻ അലാ കുല്ലി അബ്ദിൻ. അതിനാൽ തന്നെയാണ് ഹിദായത്തിനെ ചോദിക്കുക എന്നുള്ള ഈ പ്രാർത്ഥന, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് എല്ലാ അടിമയുടെ മേലെയും നിർബന്ധമായിട്ടുള്ളത്. വഔജബഹു അലൈഹി കുല്ല യൗമിൻ വലൈലത്തിൻ ഫീ കുല്ലി സലാത്തിൻ. രാവും പകലുമായി ഓരോ നിസ്കാരത്തിലും നിർബന്ധമായത് അതുകൊണ്ടാണ്. ലിശിദ്ദത്തി ലറൂറതിഹി വഫാഖതിഹി ഇലൽ ഹിദായത്തിൽ മത്ലൂബ. എന്താണ് അതിലേക്കുള്ള ആവശ്യകതയും അതിന്റെ പ്രാധാന്യവും അത്ര കടുത്തതായതുകൊണ്ടാണ് ഇത് നിർബന്ധമാക്കിയിട്ടുള്ളത്. വലാ യഖൂമു ഗൈറു ഹാദ സുആലി മഖാമഹു. ഇതിന്റെ സ്ഥാനത്ത് വേറെ ഒരു ദുആവും എത്തുകയില്ല. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് തേടാതെ മറ്റെന്തൊക്കെ അവൻ തേടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ സ്ഥാനത്ത് വേറൊരു ദുആവും എത്തുകയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.